നമ്മളിൽ പറഞ്ഞ പോലെ പല കാരണങ്ങളിൽ കാഴ്ചക്കുറവ് അനുഭവപ്പെടുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ടാവും. അപ്പോൾ അവർക്ക് പുറത്തൊക്കെ ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് അവർക്ക് പല കാര്യങ്ങളിലും ബുദ്ധിമുട്ടുണ്ടായെന്ന് വരാം. ഇപ്പോൾ ഞാൻ കണ്ടതിൽ വെച്ച് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം, ഒറ്റയ്ക്ക് ബസ്സിലൊക്കെ കയറി പോകുന്ന ആൾക്കാരാണെങ്കിൽ ബസ്സിൻ്റെ ബോർഡ് വായിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും കാഴ്ചക്കുറവുള്ള ആൾക്കാർക്ക്. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരാളോട് അടുത്ത് നിൽക്കുന്ന ഒരാളോട് ചോദിച്ച് ഈ ബസ് എങ്ങോട്ടാണെന്ന് ചോദിക്കാനൊക്കെ മടിയുള്ളതിനകത്ത് കാണും. പിന്നെ ചില ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവില്ല, നമ്മൾ കാഴ്ചക്കുറവുള്ളതുകൊണ്ട് ചോദിക്കുന്നത് മനസ്സിലാവില്ല, ചിലർക്ക് കളിയാക്കാനായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർക്ക്, കാഴ്ചക്കുറവുള്ള ആൾക്കാർക്ക് അത്യാവശ്യ ടിപ്പാണ് ഞാൻ പറഞ്ഞത്. ഒരു ബസ് വരുന്നു, നമ്മളത് അത്യാവശ്യം നല്ല ഫോൺ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു ക്യാമറ എടുത്ത് സൂം ചെയ്ത് കഴിഞ്ഞാൽ ബസ്സിൻ്റെ ബോർഡ് വൃത്തിയായിട്ട് തിരുവല്ല എന്ന് വായിക്കാൻ പറ്റും. ഓടി വരുന്ന ബസ്സാണെങ്കിൽ പോലും നമ്മൾ ജസ്റ്റ് ക്യാമറ എടുത്ത് അതിൻ്റെ ഫോട്ടോ ഓപ്ഷൻ എടുത്ത് വെച്ചും സ്ക്രീനൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ വായിക്കാൻ പറ്റും. ഈ രീതിയിൽ നമുക്ക് ഒരു പരസഹായമില്ലാതെ തന്നെ ബസ്സിൻ്റെ ബോർഡ് വായിക്കാം. അടുത്ത ബസ് വരുന്നു, അതിൻ്റെ ബോർഡ് വൃത്തിയായിട്ട് വായിക്കാം. ആലപ്പുഴ ചട്ടക്കുളങ്ങരെന്ന് വായിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഒരാളുടെ സഹായമില്ലാതെ തന്നെ കണ്ണിന് കുറച്ച് കാഴ്ചക്കുറവുള്ള ആൾക്കാർക്ക് ഒരു അത്യാവശ്യ കാര്യമായ ബസ്സിൻ്റെ ബോർഡ് വായിക്കൽ ഈ രീതിയിൽ ചെയ്യാൻ പറ്റും. മീൻസ് ബസ് ഇപ്പോൾ ദൂരെ നിന്ന് ഓടി വരുന്നതാണെങ്കിൽ പോലും നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല, നമുക്ക് വായിച്ച് വെച്ച് ബസ്സിൻ്റെ ബോർഡ് കണ്ട് തിരുവല്ലാന്ന് വൃത്തിയായിട്ട് വായിക്കാം. അങ്ങനെയാണ്. ഇപ്പം നമ്മൾ കണ്ണ് കാഴ്ചക്കുറവുള്ള ആൾക്കാരാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്യാമറ ഉള്ള ആൻഡ്രോയിഡ് ഫോൺ കയ്യിൽ വാങ്ങിച്ചു വെക്കുക. അത് ഒരു ആർഭാടത്തിൻ്റെ ഭാഗമല്ല, അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചില ആവശ്യങ്ങൾ സഹായമില്ലാതെ നിറവേറ്റാൻ വേണ്ടിയുള്ള ഒരു ഉപകരണം മാത്രമാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് അത്യാവശ്യം പ്രായമുള്ളവരും പ്രായമില്ലാത്തവരാണെങ്കിലും ശരി, കാഴ്ചയ്ക്ക് കുറച്ച് കുറവ് നേരിടുന്നവർ ഇങ്ങനത്തെ നല്ല ക്യാമറയുള്ളൊരു ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ മറ്റൊരാളുടെ സഹായമില്ലാതെ തന്നെ നമുക്ക് സുഖമായിട്ട് ബസ്സിൻ്റെ ബോർഡെല്ലാം വായിച്ച് കയറി പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ പൂർണ്ണ കാഴ്ചശക്തി ഉള്ളതിനെ പോലെ തന്നെ നമുക്ക് ഒരു പ്രവർത്തിക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു കോംപ്ലക്സ് ഇല്ല, എല്ലാവർക്കും ഒരു ഉപകാരം അറിയാൻ വിചാരിക്കുന്നു.